നമ്മൾ ദിവസവും നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോകൾ പകർത്തുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ പല കൂട്ടുകാരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഷേക്ക് ആവുന്നു, നല്ല രീതിക്ക് ഷേക്ക് ആവാതെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ക്യാമറയിലും മറ്റും എടുക്കുന്ന വീഡിയോയ്ക്ക് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ മികച്ച രീതിയിൽ സ്റ്റെബിലൈസേഷൻ ലഭിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു 10,000 രൂപയുടെ ഫോണിലെടുക്കുന്ന വീഡിയോ പലപ്പോഴും പല ആൾക്കാർക്കും ഷേക്കായിട്ടാണ് ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 25,000 രൂപ മുതലുള്ള ഫോണുകളിലൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് സ്റ്റെബിലൈസ് ആയി ഒരു ഷേക്ക് ആവാത്ത വീഡിയോ ആണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും, അതായത് സാധാരണക്കാരുടെ ഫോണിലും നമുക്ക് വളരെ മികച്ച രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഗിംബൽ എന്ന് പറയുന്നത്. ഗിംബലിനെ കുറിച്ച് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്നത് പല ബ്രാൻഡുകളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും വില എന്ന് പറയുന്നത് 10,000-10,000-ലധികമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ കൊണ്ട് എപ്പോഴും വാങ്ങാൻ സാധിക്കാത്തൊരു സംഭവമാണ് ഗിംബൽ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ഫോണിൽ സാധാരണക്കാരന് മേടിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഗിംബലിനെ കുറിച്ചാണ്. ഫൺസ്നാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗിംബലാണ്. ഈ ഒരു ഗിംബലിന് വില വരുന്നത് വെറും 5,000 രൂപയ്ക്ക് താഴെ മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫൺസ്നാപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഗിംബലിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഈ ഒരു ചാനലിൽ നിന്ന് ടെക്നോളജിപരമായ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിങ്ങും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനോടാണ് നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് തന്നെ കമ്പനിയുടെ പേരും ലോഗോയും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 3 ആക്സിസ് ഗിംബലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിംബലിൻ്റെ ഒരു പിക്ചറും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഫേസ് ട്രാക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് GoPro പോലുള്ള ക്യാമറകളും മറ്റും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിക്ചർ ബ്യൂട്ടിഫിക്കേഷനും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ബാക്ക് സൈഡും കൂടി ഒന്ന് കണ്ടു നോക്കാം. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴും ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഒറ്റ ചാർജ് നമുക്ക് 8 മണിക്കൂർ വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കൺട്രോളുണ്ട്. പാൻ ഷോട്ട് 360 ഡിഗ്രിയിൽ പാൻ ഷോട്ടും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വിക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്വിച്ചിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോസ് തിരിച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ ടൈം ലാപ്സ് ഉണ്ട്. സൂമിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഇമേജും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ബോക്സിൻ്റെ പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ബോക്സിനുള്ള എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ സിനിമയിലൊക്കെ വലിയ ഗണ്ണുകളൊക്കെ വരുമ്പം അതിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഗിംബൽ ഇരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കാർഡുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഇവരുടെ ഒരു കമ്പനിയുടെ എന്തോ കാർഡുകളും വാറണ്ടി കാർഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം വാറണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഇംഗ്ലീഷിലും ചൈനീസിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു യൂസർ മാനുവലാണ്. എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ഞാനതെല്ലാം മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യമേ ഈ ഒരു ഇതിൻ്റെ ചാർജറാണ് നോക്കുന്നത്. നമുക്ക് ചാർജ് ചെയ്യുന്നതിനുള്ള ഡേറ്റ കേബിൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ഫോണിൻ്റെ കണക്ടറിൽ കണക്ട് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതല്ലേ. ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാവുന്നതാണ്. അതൊരു പോരായ്മയായിട്ട് തോന്നി. ഇത്രയും വില കൂടിയ ഒരു പ്രൊഡക്റ്റിൽ ഒരു ചാർജർ കൊടുക്കാറുണ്ട് മോശമായിട്ട് തോന്നി. എന്നിരുന്നാലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കൗണ്ടർ വെയിറ്റ് ആണ്. അതായത് നമ്മുടെ ഫോൺ ഈ ഒരു ഗിംബലിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൗണ്ടർ വെയിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതെല്ലാ ഗിംബലിൻ്റെയും കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിൽ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ മെയിൻ പാർട്ടായ ഗിംബൽ മാത്രമാണുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഗിംബൽ എടുക്കുകയാണ്. ഗിംബൽ എടുത്ത് കഴിയുമ്പം അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഗിംബലാണ്. വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. സൈഡിലായിട്ട് നമുക്ക് ബ്രാൻഡിൻ്റെ നെയിമും ലോഗോയും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 2 സ്വിച്ചുകളാണ് ഉള്ളത്. ഒന്നൊരു ഓൺ ഓഫ് ബട്ടണും ഒന്നൊരു ഗിയറാണ് നമ്മൾ മൂവ് ചെയ്യുന്നതിനുള്ള ഗിയർ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലൊരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടിയിലായിട്ടാണ് ബാറ്ററി ഇടുന്നതിനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പം നമുക്കിതൊന്ന് കൗണ്ടർ വെയിറ്റ് കാര്യങ്ങളിട്ട് ഇതൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ തന്നെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫോൺ കറക്റ്റ് ലെവലായിട്ട് വരുന്നത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓൺ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിത് ലെവലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഓൺ ആക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഓണായി വന്നപ്പം കറക്റ്റ് ലെവലിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഏത് രീതിക്ക് മൂവ് ചെയ്താലും അത്
ഫുള്ളി സ്റ്റെബിലൈസ് ആയിട്ട് മാത്രമാണ് വരികയുള്ളൂ. അതായത് നമ്മൾ അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും എല്ലാം വീഡിയോ എടുക്കുമ്പം കറക്റ്റ് ഒരു സ്മൂത്തായ രീതിക്കേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി മൂവിങ് ഷോട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നടന്നു പോയാലോ ഓടിപ്പോയാലോ ഒന്നും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഷെയ്ക്കും ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഗിംബലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മോഡുകളും മാറ്റാനായിട്ട് ഈ ഓൺ ഓഫ് ബട്ടണിൽ 3 പ്രാവശ്യം അമർത്തുവാണെങ്കിൽ ഓരോ മോഡുകൾ വരുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെടുത്ത കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ എത്ര മികച്ച രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ ആ ഗിംബൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഗിംബൽ എടുക്കാത്ത വീഡിയോയും സെപ്പറേറ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ക്ലിപ്പുകളും കാര്യങ്ങളും കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഷോട്ട് ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ച് എൻ്റെ പറമ്പിലൂടെ ജസ്റ്റ് അത്യാവശ്യം സ്പീഡിൽ നടന്നു പോയപ്പോൾ എടുത്തൊരു ഷോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ നല്ല രീതിക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫോൺ കൈ പിടിച്ച് നടന്നു പോയൊരു ഷോട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ അതിനു വേണ്ടി ബുദ്ധിമുട്ടിയൊന്നുമില്ല. ഫോൺ കൈ പിടിച്ച് ജസ്റ്റ് നടന്നു പോകുമ്പോൾ ഒരു ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഇതേ ഷോട്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഗിംബൽ ഉപയോഗിച്ചതിന് ശേഷം നടന്നു പോകുമ്പോഴുള്ള ഷോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതിലേ തന്നെയാണ് നടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഗിംബൽ ഉപയോഗിച്ചപ്പം വീഡിയോയ്ക്ക് വരുന്ന ആ ഒരു ഒഴുക്ക് മനസ്സിലാവും. അതായത് ഒരു കാരണവശാലും അത് ഷെയ്ക്ക് ആവുന്നില്ല, നല്ല ഒഴുകി പോകുന്ന രീതിക്കാണ് വീഡിയോ വരുന്നത്. അപ്പം ഈ ഒരു ഗിംബൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചും നിങ്ങളുടെ ഫോൺ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ പോലും നല്ല രീതിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഈ ഒരു ഗിംബൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഗിംബൽ ഉപയോഗിച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന്. ഒരു ഷെയ്ക്കും തന്നെ ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അവിടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് വളരെ മികച്ച ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ ലിങ്കിൽ കയറി പ്രൊഡക്റ്റിൻ്റെ വിലയൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. 4900 സംതിങ് ആണ് അതിൻ്റെ വില വരുന്നത്. പക്ഷേ 2000 രൂപ ഡിസ്കൗണ്ടിൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് താഴെ ലിങ്കിൽ കയറി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.